നിങ്ങക്ക് തോന്നുന്നത് എന്തിയപ്പോ തൂമ്പയെല്ലാം കൈമടിച്ചിട്ട് നിക്കുന്നേന്ന് 2 ദിവസമായി പെരുമഴ തുടങ്ങിയിട്ട് അങ്ങനെ ബൈക്കെല്ലാം പോകാനൊന്നും കഴിഞ്ഞില്ല. ഓളിയൊന്നും നേരെയില്ലാതെ അങ്ങനെ ഓളിയാ വൃത്തിയാക്കുന്നത്. ഞാൻ ഓളിയാക്കുന്നില്ല, വെള്ളം പോകുന്നില്ല, അല്ലെ ഇത് വണ്ടിക്കൊന്നും പോകുന്നില്ല. നല്ലോണം വെള്ളം വരുന്നില്ല മഴ വന്നാൽ. അപ്പൊ ഓളിയെല്ലാം ശരിയാക്കാറുണ്ട് ഇന്നത്. മഴക്കാലം വന്നാലും എപ്പോഴും ഇതന്നെ എനിക്ക് പണി. ഇതെല്ലാം വൃത്തിയാക്കിയില്ലെങ്കിൽ വെള്ളം 4 ഭാഗത്ത് വാങ്ങിയിട്ട് ഇത് പോകാൻ കഴിയില്ല. അങ്ങനെ നേരെ തന്നെ റബ്ബറിലേക്ക് ആക്കുന്നത്. അതിലൊരു കാറായതുകൊണ്ട് റബ്ബറിന് കഴിയുന്നില്ല. ഇതന്നെ ഞങ്ങളെ ചെടിയല്ല. ഇത് മെയ് മാസം പുലരിന്ന് എന്റെ പേര്. അത് ദൂരമായി മഴയത്ത്. ഇത് മെയ് മാസത്തിലേ പിടിക്കും. ഈ ചെടിയുടെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇതെല്ലാം ഈ മഴക്കാലത്ത് കാണുന്നത്. രണ്ടു ദിവസമായി കാറ്റും മഴയെല്ലാം ആയതുകൊണ്ട് പാചകമില്ല. ഇനി നല്ല വെയില് തെളിയോളം പാചകം ചെയ്യാൻ പറ്റിയില്ല. അടുപ്പെല്ലാം പറ്റ മുങ്ങിപ്പോയി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഞങ്ങള് പാചകമാക്കുന്ന അടുപ്പെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഇങ്ങനെ മഴ വരുന്നത് തോന്നിയിട്ടേ ഇല്ല. ഇങ്ങോട്ട് ജൂൺ മാസത്തിലേ മഴ പെയ്യുള്ളൂ. ഇത് മെയിലേ പെയ്തിട്ട് ഒന്നാകെ ചണ്ടായി. ഇനി ഇതിനെല്ലാം ഓളിയാക്കിയിട്ട് അങ്ങോട്ട് വിടണം. 2-3 ദിവസത്തേക്ക് അടുപ്പൊന്നും അങ്ങനെ മാതിരിയില്ല. കർഷകരെല്ലാം പറ്റ വെള്ളത്തിലായി. ഇനി ഇത് തേച്ച് കഴിയിട്ടെല്ലാണോ ആദ്യമേ കരയണമെങ്കിൽ. അതിന് 2 ദിവസം പിടിക്കുവിനാ തേച്ച് കഴുകാനും ഇതെല്ലാം വൃത്തിയാക്കാനും. ഓളിയെ വൃത്തിയാക്കിയല്ല നല്ല പാങ്ങിൽ വെള്ളം പോകുന്നുണ്ട്. അങ്ങ് തലോളം എത്തി വെള്ളം. ഇതേപോലെ ദിവസം വൃത്തിയാക്കണം, അല്ലെങ്കിൽ കല്ലെല്ലാം കഞ്ഞിട്ട് വെള്ളയെ പോവാതായെങ്കിൽ ഇതിലേനെ 1.5 പാട് പോകും. നാളെ പുതിയ വിശേഷമായി കാണാം.